നമസ്കാരം. ബിഗ് ബുക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇക്കാലത്ത് എല്ലാ ചർച്ചകളും കൊറോണയിൽ ആരംഭിച്ച് കൊറോണയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഇതൊട്ടും അത്ഭുതവുമല്ല. കാലം ആവശ്യപ്പെടുന്നത് സമകാലിക അവസ്ഥകളുടെ വിലയിരുത്തലും വിചാരങ്ങളും തന്നെയാണ്. കൊറോണ കാലത്തെ ഭീതിയെയും ആശങ്കയെയും അകറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾ സർക്കാരുകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിയുന്നതുപോലെ വിവിധ മത, സാമുദായിക, രാഷ്ട്രീയ സംഘടനകളും സേവന പ്രവർത്തനങ്ങൾക്ക് രംഗത്ത് വരുന്നുണ്ട്. കൊറോണയുടെ നാളുകളിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ സേവന പ്രവർത്തനങ്ങളെ പറ്റിയാണ് ബിഗ് ബുക്ക് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ കേരളത്തിലെ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൊറോണയുടെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് മുൻപേ അതിനെ നേരിടുന്നതിന് സഭയുടെ പൂർണ്ണമായ പിന്തുണ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചിരുന്നു. സഭയ്ക്ക് കീഴിലുള്ള ആശുപത്രികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ആവശ്യമായ ഘട്ടത്തിൽ വിനിയോഗിക്കാം. സഭയിലെ സന്യസ്തർ, വിശ്വാസികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി എല്ലാവരോടും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ആഹ്വാനം നൽകിയിരുന്നു. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും സംസ്ഥാനത്താകെ സഭ ഇപ്പോഴും തുടരുകയാണ്. റവന്യൂ, പഞ്ചായത്ത്, പോലീസ് വകുപ്പുകളിലെ ജീവനക്കാർക്ക് മാസ്ക്, സാനിറ്റൈസർ, ലോഷനുകൾ തുടങ്ങി ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്നു. കോവിഡ്-19 എന്ന കൊറോണ വൈറസ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ ഗ്രസിക്കാൻ തുടങ്ങിയ അവസരത്തിൽ രാഷ്ട്രത്തിൻ്റെ, സർക്കാരിൻ്റെ, ജില്ലകളുടെ നേതാക്കന്മാർ വിവിധ സന്നദ്ധ സംഘടനകളോടും മത നേതൃത്വത്തോടും ഒറ്റക്കെട്ടായി ഇതിനെ നേരിടാനുള്ള ആഹ്വാനമുണ്ടായി. എൻ്റെ അടുത്ത് തന്നെ ജില്ലാ അധികൃതരും ഒപ്പം തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാരും മറ്റ് ഉദ്യോഗസ്ഥരും, പോലീസ് ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് നമുക്കിതിനെ, പ്രത്യേകിച്ച് ക്രൈസ്തവ നേതൃത്വത്തിൽ തന്നെ ഒപ്പം സർക്കാരിനോട് ചേർന്ന് മറ്റു മതവിഭാഗങ്ങളോട് ചേർന്ന് എങ്ങനെ നേരിടാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി. ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് സഭാ നേതൃത്വം, അത് KCBC പ്രസിഡൻറ്റും CBCI പ്രസിഡൻറ്റും എല്ലാം ഇന്ത്യയിൽ ആദ്യം തന്നെ ചെയ്തത്, ഇത് ഒരു രാഷ്ട്രത്തിന് ലോകത്തിലുണ്ടായ ഒരു മഹാവിപത്തിൻ്റെ പശ്ചാത്തലമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട്, പദ്ധതികളോട് ചേർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത്, സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് സാമൂഹ്യ അകൽച്ച, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാകണം, ആളുകൾ ഒന്നിച്ചു കൂടുന്നത് ഒഴിവാക്കണം, അത് മതപരിപാടികളിലടക്കം ഒഴിവാക്കണം, പിന്നെ നമ്മുടേതായ ആശുപത്രികൾ, ക്രൈസ്തവരുടേതായ ആശുപത്രികൾ, സന്നദ്ധ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കാൻ പ്രവർത്തിക്കണം. ഞങ്ങൾ പറഞ്ഞു, സഭാ നേതൃത്വവും പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ അവരിൽ പലരും എൻ്റെ അടുത്ത് വരികയും ഞാൻ അല്ലെങ്കിൽ അവരോട് പറയുകയും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് സർക്കാരിനോട്, ആരോഗ്യ വകുപ്പിനോട് ചേർന്ന് ഒന്നിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അല്ലാതെ ഓരോ മതങ്ങളും ഓരോ സംഘടനകളും അവരവരുടേതായ രീതിയിൽ പോവുക എന്നുള്ളത് ഈ അവസരത്തിൽ കരണീയമല്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്തത്, സർക്കാർ ആഹ്വാനം ചെയ്തതുപോലെ കൂട്ടമായ ആളുകൾ ഒന്നിച്ചു കൂടുന്ന പരിപാടികൾ വേണ്ടെന്ന് വയ്ക്കുക. അത് CBCI പ്രസിഡൻറ്റും KCBC പ്രസിഡൻറ്റും ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയിൽ ഞാനും ജനങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ പള്ളികളിലെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന പദ്ധതികൾ പാടില്ല. ലോക്ക്ഡൗണിന് മുമ്പ് പറഞ്ഞത് 50 പേരിൽ കൂടുതലുള്ളവർ വരാൻ പാടില്ല എന്നുള്ളതാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ ചെയ്തത്, പള്ളികളിൽ ഇങ്ങനെ തനിച്ച് അച്ഛന്മാർ തന്നെ കുർബാന ചെല്ലുന്നു, ആളുകൾ ഒന്നിച്ചു കൂടിയുള്ള ഒരു പദ്ധതികളുമില്ല. ഇനി അത് മരണാവശ്യമാണെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ ഉള്ള പരിമിതമായ ആളുകൾ മാത്രം, മറ്റുള്ള എല്ലാ പരിപാടികൾക്കും അങ്ങനെയാക്കി മാറ്റി ഈ സർക്കാരിനോട് പൂർണ്ണമായും സഹകരിച്ചു. കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള 32 രൂപതകളുടെ നേതൃത്വത്തിൽ 6 ലക്ഷത്തോളം മാസ്കുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയും നിർമ്മാണം തുടരുകയാണ്.
കൈ ശുദ്ധീകരിക്കുന്നതിനുള്ള ലോഷനുകളും സാനിറ്റൈസറുകളും ഓരോ ജില്ലകളിലും ആയിരക്കണക്കിന് ബോട്ടിലുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. സഭയ്ക്ക് കീഴിലുള്ള സോഷ്യൽ സർവീസ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കി മാനസിക പിന്തുണ ആവശ്യമുള്ളവർക്ക് അത് നൽകാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. സഭയുടെ കൗൺസിലിംഗ് സെന്ററുകളും ഡി അഡിക്ഷൻ സെന്ററുകളുമെല്ലാം അതിനായി തുറന്നിട്ടിരിക്കുകയാണ്. ഓൺലൈൻ കൗൺസിലിംഗിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. രണ്ടാമത് ചെയ്തത് ഇതിൽ സന്നദ്ധ സേന അംഗങ്ങളായിട്ടും ഇതിന് പ്രതിരോധ നടപടികളും എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശുപത്രികളും സ്ഥാപനങ്ങളും ഇതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനെല്ലാം തയ്യാറായി. തൃശ്ശൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 മെഡിക്കൽ കോളേജുകളും പിന്നെ ചെറിയ ആശുപത്രികളുമുണ്ട്. സർക്കാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും രോഗികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അതിൻ്റെ പ്രതിരോധ നടപടികൾക്ക് എടുക്കുന്നതിന് വേണ്ടി എല്ലാം തയ്യാറാക്കി. KCBC പ്രസിഡന്റ് ആലഞ്ചേരി പിതാവും ഈ ആഹ്വാനം നൽകുകയുണ്ടായി. ഞങ്ങളുടെ എല്ലാം തന്നെ ഇതിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനെക്കുറിച്ച് കളക്ടറുമായും പോലീസ് കമ്മീഷണറുമായും പ്രത്യേകിച്ച് DM ഒക്കെ ആയി എല്ലാവരും ഇപ്പോൾ എങ്ങനെയൊക്കെ പോകണമെന്ന് എല്ലാം സഹകരിച്ച് അവർ പറയുന്ന നിർദ്ദേശം പോലെ എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് മാസ്കുകളും സാനിറ്റൈസർ തുടങ്ങിയ പ്രതിരോധ സാമഗ്രികളും നിർമ്മിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾ KCYMൻ്റെ യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സഹകരണത്തോടെ യുവജനങ്ങളും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് എല്ലാം സഹകരണത്തോടെ ഏകദേശം 100,000-ഓളം മാസ്കുകളും പല സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാനിറ്റൈസർ തുടങ്ങിയ സാധനങ്ങളും എല്ലാം സംഘടിപ്പിച്ച് അത് പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ആശുപത്രികളിലാണ് ഇത് വിതരണം ചെയ്തത്. സർക്കാർ സ്ഥാപനങ്ങളിൽ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവനായിട്ടും അങ്ങനെ എവിടെയൊക്കെ ആളുകൾക്ക് കൂടുതൽ പുറത്തേക്ക് വരേണ്ടതുണ്ടോ അവിടെയെല്ലാം ഇത് ഏകദേശം 100,000-ഓളം മാസ്കുകൾ തന്നെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അധ്വാനിച്ചവർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ഇത് അധികവും തയ്ച്ചത് എന്ന് വലിയ അഭിമാനത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം പല വീടുകളിലെ യുവജനങ്ങൾ ഇതിന് സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ നടപടികൾക്ക് മുന്നിൽ നിൽക്കാൻ, സർക്കാരിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടുത്തെ ക്രൈസ്തവർ യുവജനങ്ങൾ വളരെയേറെ നേതൃത്വം കൊടുക്കുകയും സഹകരിക്കുകയും ചെയ്തു എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കോവിഡ് ഭീതിയും ലോക്ക്ഡൗണും ജനങ്ങളെ വലിയ പരിഭ്രാന്തിയിലാക്കുക മാത്രമല്ല ചെയ്തത്, അന്നന്നത്തെ ഭക്ഷണത്തിനായി അധ്വാനിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ തൊഴിൽ നഷ്ടം കൂടിയാണ് ഇതുമൂലം സംഭവിച്ചത്. ജനങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് ഇടവകളുടെ ആഭിമുഖ്യത്തിലും സംഘടനകളുടെ ആഭിമുഖ്യത്തിലും തന്നെ സർക്കാരിനോട് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉടനെ തന്നെ അതിൻ്റെ സ്ഥലം കണ്ടുപിടിക്കാൻ വന്നപ്പോൾ തൃശ്ശൂരിലെ ലൂർദ് പള്ളിയുടെ കീഴിലുള്ള സ്കൂളിൽ തന്നെയാണ് അതിന് കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ജില്ലകളിലും ക്രൈസ്തവ സ്ഥാപനങ്ങൾ അതിനു വേണ്ടി കൊടുത്തിരിക്കുന്നു. പള്ളികളുടെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റുകൾ, വീടുകളിൽ നിന്ന് ഭക്ഷണ കിറ്റുകൾ അയൽപ്പക്കത്തേക്ക് കൊണ്ടുകൊടുക്കുക. പിന്നെ മാത്രമായിട്ട് ഈ ഭക്ഷണ കിറ്റുകൾ സംഘടിപ്പിച്ച് അത് ആൾക്കൂട്ടമില്ലാതെ 1-2 പേര് മാത്രമായിട്ട് പാവപ്പെട്ട വീടുകൾക്ക് കൊണ്ടുകൊടുക്കുക. അങ്ങനെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ഈ അവസരത്തിൽ സാധിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒപ്പം തന്നെ ഇപ്പോൾ ജോലിയില്ലാതെ പലരും ഓരോ ദിവസം അന്നന്നത്ത് വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി ജോലി കിട്ടി ആ ജോലി ചെയ്താൽ മാത്രം കുടുംബത്തെ പോറ്റുന്നവരാണ്.
അതുകൊണ്ട് പണമില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ 3 ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഈ സാമൂഹിക അകൽച്ച പറഞ്ഞത്, കൂട്ടം കൂടാൻ പാടില്ലെന്ന് പറഞ്ഞത്, ജോലിക്ക് പോകാൻ കടകൾ തുറക്കാതെയൊക്കെ ആയിട്ട് ഈ അവസരത്തിൽ പല പള്ളികളും സംഘടനകളും സന്യാസ നേതൃത്വമൊക്കെ അവരുടെ സംഖ്യ ഇപ്പോൾ പലർക്കും പല പള്ളികളിലും ഈ ദിവസങ്ങളിൽ തന്നെ അറിഞ്ഞു അവർ പൈസയായിട്ട് 1000 രൂപ, 1500 രൂപ, 2000 രൂപ വെച്ചൊക്കെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്നത് വലിയ സന്തോഷത്തോടെ തന്നെ ഈ അവസരത്തിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി പല പള്ളികളിലും സംഖ്യ നീക്കി വെച്ചിട്ടുണ്ട് എന്നത് സന്തോഷത്തോടെ തന്നെയാണ് പറയുന്നത്. ദിവസക്കൂലിക്കും ആഴ്ചക്കൂലിക്കുമെല്ലാം പോയിരുന്ന തൊഴിലാളികൾ വലിയ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമായി. അവർക്കുള്ള ഭക്ഷണ കിറ്റുകളുടെ വിതരണത്തിലും രൂപതകൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. ഇതുകൂടാതെയാണ് 7 രൂപതകളിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിച്ചിട്ടുള്ളത്. സർക്കാരിനോടൊപ്പം പ്രവർത്തിക്കുന്നു. ഒറ്റപ്പെട്ടവർക്കും വൃദ്ധർക്കുമെല്ലാം ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയുമാണ് പല രൂപതകളും ഇപ്പോൾ ചെയ്യുന്നത്. കേരള സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെ പ്രവർത്തകർ നാട്ടിലെങ്ങും ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. സഭയുടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സും ഈ സമയത്ത് മുഴുവനായിട്ട് തുറന്നിട്ട് കഴിഞ്ഞു. മദ്യത്തിന് അടിപ്പെട്ടവർ ഇപ്പോൾ വലിയ സങ്കടത്തിലാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇതിനെല്ലാം അനിവാര്യമായിരിക്കുന്നത് കൗൺസിലിങ്ങും ചികിത്സയുമാണ്. അതൊക്കെ നൽകാൻ വേണ്ടി സഭയുടെ സെൻറ്റേഴ്സ് മുൻപോട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് വാതായനങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞു. ഓൺലൈൻ കൗൺസിലിങ്ങിനുള്ള സാഹചര്യങ്ങൾ പോലും പല ഹോസ്പിറ്റൽസിൻ്റെയും ആഭിമുഖ്യത്തിൽ അല്ലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സഭാതലത്തിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശുഭോദർക്കമാണ്. സഭയുടെ വിവിധ സ്ഥാപനങ്ങൾ ഇതിനോടകം വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ശേഷിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ കമ്മ്യൂണിറ്റി കിച്ചൺസ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതോടൊപ്പം തന്നെ വിവിധ രൂപതകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺസ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു 8-10 രൂപതകളെങ്കിലും അത് മുൻനിരയിൽ നിന്നുകൊണ്ട് നിർവഹിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ രൂപതകൾ അക്കാര്യത്തിലൊക്കെ വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടുകൂടി മുൻപോട്ട് ഇറങ്ങുന്നുണ്ട്. രൂപതാ തലത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടറച്ചന്മാരുടെ നേതൃത്വത്തിലുള്ള ടീം കാര്യക്ഷമമായിട്ട് തന്നെ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. ക്രിയാത്മകമായ എൻഗേജ്മെൻറ്റ്സ് കൊടുക്കാനായിട്ടും സഭ ശ്രദ്ധിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് വീടുകളിലൊക്കെ അകപ്പെട്ട് എന്ന നിലയിലായിരിക്കുന്ന വ്യക്തികളുണ്ട്, കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി വിവിധ ക്വിസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകൾ ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നു. ചില ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തന്നെ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഒരു ക്ലാസ്സിന് ഒരുങ്ങേണ്ടത്, അതുപോലെ ടെസ്റ്റിന് എങ്ങനെ ഒരുങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തന്നെ പല സ്ഥാപനങ്ങളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ സമയത്ത്. ഇതുകൂടാതെ മറ്റു തരത്തിൽ മിൽക്ക് പ്രോഡക്ട്സ് വിതരണം ചെയ്യുന്ന മിൽക്ക് പ്ലാന്റുകളൊക്കെയുള്ള പല യൂണിറ്റുകളുമുണ്ട് പല രൂപതകൾക്കും. അവരൊക്കെ പാല്, ബ്രെഡ്, ബിസ്ക്കറ്റ് തുടങ്ങിയവയൊക്കെ വിതരണം ചെയ്യാൻ അതിനൊക്കെ ഒരു വ്യത്യാസങ്ങൾ കൂടാതെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമായിട്ട് ഇതെല്ലാം കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങളോട് സഹകരിച്ചുകൊണ്ട് കളക്ടേഴ്സിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. KCBCയുടെ കീഴിലുള്ള 32 രൂപതകളിലെ സേവന പ്രവർത്തനങ്ങൾ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മദ്യാസക്തിയുള്ളവർക്ക് മദ്യം ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വിവിധ മാനസിക ശാരീരിക പ്രയാസങ്ങൾക്ക് പരിഹാരമായി ഫോൺ വഴിയും ഓൺലൈൻ വഴിയുമുള്ള കൗൺസിലിങ്ങിന് ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഇൻ്റഗ്രേറ്റഡ് റിഹാബിലേഷൻ സെൻറ്റർ ഫോർ അഡിക്ട്സ് പൂർണ്ണമായി സജ്ജമാണ്. വിളിക്കേണ്ട കൗൺസിലർമാരുടെയും പ്രൊജക്ട് ഡയറക്ടർമാരുടെയും ഫോൺ നമ്പറുകൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. സഭയുടെ പല ഹാളുകളും സ്കൂളുകളുമെല്ലാം ആവശ്യമെങ്കിൽ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് റവന്യൂ മുനിസിപ്പൽ അധികൃതരെ അറിയിച്ചു കഴിഞ്ഞു. മൂവാറ്റുപുഴ, പത്തനംതിട്ട, ചങ്ങനാശ്ശേരി, കോട്ടയം, ബത്തേരി രൂപതകളിലാണ് കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 4000 പേർക്കുള്ള ഭക്ഷണമെങ്കിലും നൽകുന്നുണ്ട്. സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെ 100 കണക്കിന് വളണ്ടിയേഴ്സാണ്
റവന്യൂ, പഞ്ചായത്ത്, പോലീസ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഒപ്പം വീട്ടുവളപ്പിൽ കൃഷി നടത്തുന്നതിനാവശ്യമായ വിത്തുകൾ നൽകാൻ, അതിനാവശ്യമായ ബോധനങ്ങൾ നൽകി അതിലേക്ക് ആളുകളെ എത്തിക്കാൻ, അങ്ങനെ ഒരു പരിധിവരെയെങ്കിലും വീട്ടുകാര്യങ്ങൾ, വീട്ടിലെ ആവശ്യങ്ങൾ നടന്നു പോകുന്നതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് വിവിധ തരത്തിൽ സഭയുടെ സോഷ്യൽ വർക്ക് സന്നദ്ധ സംഘടനകൾ മുൻനിരയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കോട്ടയം അതിരൂപത, ഏറ്റുമാനൂരും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലുമുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു വരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിരമ്പുഴ PHSCയിലെ രോഗികൾക്കുമെല്ലാം ഇവരുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട്. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക്ക്ഡൗണിൻ്റെ ദിനങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിന് കൃഷി വിദഗ്ധരുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി ആ മേഖലയിലെ വിദഗ്ധരുടെയും ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വീടുകളിലെ പച്ചക്കറി തോട്ടങ്ങൾ എങ്ങനെ ആദായകരമാക്കാം എന്നതുപോലെ ജൈവ കീടനാശിനി നിർമ്മാണവുമെല്ലാം കൃഷി വിദഗ്ധർ വിശദീകരിക്കുന്നു. മിൽമ പാൽ സംഭരണം നിർത്തിവെച്ച ഘട്ടത്തിൽ തലശ്ശേരി രൂപതയിൽ ക്ഷീരകർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ വഴി കണ്ടെത്തിയിരുന്നു അവിടുത്തെ സോഷ്യൽ സർവീസ് ഫോറം. ഇടവക തലത്തിൽ 7 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് പല വാർഡുകളിലും കുപ്പികളിൽ പാൽ നിറച്ചു വയ്ക്കുകയും ആളുകൾ കൂടാത്ത വിധത്തിൽ അവ വിതരണത്തിനൊരുക്കുകയുമായിരുന്നു സംവിധാനം. എറണാകുളത്തെ സഹൃദയ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ സഹൃദയ ലോക്ക്ഡൗൺ ചാലഞ്ച് എന്ന ഗെയിമും സംഘടിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെ ആശങ്ക നിറഞ്ഞ ഈ ഒഴിവു സമയം കുടുംബാംഗങ്ങൾക്ക് ക്രിയാത്മകമായി വിനിയോഗിക്കാമെന്നാണ് സംഘാടകർ പറയുന്നത്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഫേസ്ബുക്കിലെ ഈ ഗെയിമിൽ വിജയികൾക്ക് 3 പ്രധാന സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനം വേറെയുമുണ്ട്. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി 1 ലക്ഷം രൂപയുടെ മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, സോപ്പ് എന്നിവ നൽകിക്കഴിഞ്ഞു. ഇടുക്കി ഹൈറേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണ സാധനങ്ങളും നൽകുന്നുണ്ട്. ഇവർ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലുമെല്ലാം മാസ്കും സാനിറ്റൈസറും ഹാൻഡ് വാഷും കൊടുക്കുന്നുണ്ട്. കൊറോണ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന സന്നദ്ധ സേവന സംഘത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് വൈദികരടക്കം 1000-ലധികം യുവാക്കളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. KCBCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നാടെങ്ങും തുടരുകയാണ്. തൻ്റെ അയൽക്കാരനെ മാത്രമല്ല, വിശപ്പും രോഗവും അലട്ടുന്ന ഏതൊരുവനും ഭക്ഷണവും ചികിത്സയും നൽകുകയാണ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഈ കൊറോണ കാലത്തും ചെയ്യുന്നത്. എല്ലാ കാലത്തും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും ഇക്കാലമാണ് അത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന ബോധ്യമാണ് കത്തോലിക്ക സഭയെ അതിലേക്ക് നയിക്കുന്നത്. അപരന് ചെയ്യുന്നത് എനിക്ക് തന്നെയാണെന്ന യേശുവിൻ്റെ വാക്കുകളെ ഹൃദയത്തിലേറ്റി ഈ കർമ്മങ്ങൾ തുടരുകയാണ്. ബിഗ് ബുക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.